ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ്ഗ് സ്റ്റൂ ആണ്. അപ്പം, ഇടിയപ്പം, പൂരിയോടൊക്കെ കഴിക്കാൻ പറ്റിയ കുറുകിയ ഗ്രേവിയോട് കൂടിയ നല്ല രുചിയുള്ള മുട്ടക്കറിയാണ്. എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു കടായിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോൾ 2 ഏലക്ക, ഒരു തക്കോലം, ഒരു കഷ്ണം കറുകപ്പട്ട, 3 ഗ്രാമ്പു എന്നിവ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിപ്പോൾ ഇവിടെ മൂത്ത് വന്നപ്പോൾ കനം കുറച്ചരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ ചെറിയ സവാളയിൽ 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാളയുടെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതി. സവാള 2 മിനിറ്റ് വഴറ്റിയെടുത്തതിന് ശേഷം ഈ ഒരു ടൈമിൽ നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായിട്ടരിഞ്ഞെടുത്ത ഇഞ്ചി ചേർക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കരുത്, ഇതുപോലെ അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. ഇനി അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി സവാള നല്ലതുപോലെ വാടി വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സവാള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. ഇനി 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക. ഇവിടെ ഇപ്പോൾ പൊടികളുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത വലിയൊരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് നേരം ഇതൊന്ന് വഴറ്റിയെടുക്കാം. 2 മിനിറ്റ് നേരം വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 2 കപ്പ് അളവിൽ തേങ്ങയുടെ 2ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഒരു തേങ്ങാപ്പാലിൽ ക്യാരറ്റും ഉരുളക്കിഴങ്ങും നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഗ്യാസ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ഇവിടെ ഇപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റൂവിന് നല്ലൊരു തിക്നെസ് കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. മുട്ട ചേർത്തതിന് ശേഷം ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. മുട്ട വേണമെങ്കിൽ 2ആയിട്ട് കട്ട് ചെയ്തിട്ടും ചേർക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. അതിനുശേഷം നമുക്ക് തേങ്ങയുടെ 1ാം പാൽ ചേർത്ത് കൊടുക്കണം. ഗ്യാസ് ലോ ഫ്ലെയിമിൽ മാറ്റിയതിന് ശേഷം വേണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാനായിട്ട്. നമ്മളിവിടെ 1/2 കപ്പ് അളവിലാണ് 1ാം പാൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1ാം പാൽ ചേർത്തതിന് ശേഷം ഇനി ഇത് തിളപ്പിക്കാൻ പാടില്ല. നമ്മളിത് ഇളക്കി കൊടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ നല്ല രുചിയുള്ള ഈ ഒരു മുട്ട സ്റ്റ്യൂ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാവും. ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കല്ലേ. വീണ്ടും നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.